വേനൽ രൂക്ഷമായതോടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ കുളങ്ങളും നീരുറവകളുമെല്ലാം വറ്റി പൈപ്പ് വെള്ളം കിട്ടാനില്ല. കുടിവെള്ളത്തിനായി ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വെള്ളമുള്ള കിണറുകളിൽ നിന്ന് തലച്ചുമടായിട്ടാണ് പലരും വീട്ടാവശ്യത്തിനുള്ള വെള്ളം എത്തിക്കുന്നത്. വാമനപുരം ആറ്റിൽ ഒഴുക്ക് നിലയ്ക്കുകയും കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളമില്ലാതെ വരികയും ചെയ്തതാണ് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുള്ളത്. ആറ്റിലെ കുഴികളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പ് സെറ്റുകൾ വെച്ച് കിണറുകളിലേക്ക് എത്തിച്ചാണ് പദ്ധതികളിലേക്ക് വെള്ളമെടുക്കുന്നത്. 3 പമ്പ് സെറ്റുകൾ 5 മണിക്കൂറെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രമേ സംഭരണിയിലേക്ക് കുറച്ചെങ്കിലും വെള്ളം പമ്പ് ചെയ്തെടുക്കാനാവൂ. ഉയർന്ന പ്രദേശങ്ങളിലെ കിണറുകൾ വറ്റിയിട്ട് ആഴ്ചകളായി. താഴ്ന്ന പ്രദേശങ്ങളിലെ കിണറുകളിലും ഇപ്പോൾ വെള്ളം തീരെയില്ലാത്ത അവസ്ഥയാണ്. അപൂർവം ചില കിണറുകളിലാണ് ആവശ്യത്തിന് വെള്ളമുള്ളത്. ഇത്തരം കിണറുകളെ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നുണ്ട്. പൊതുകിണറുകളും കുളങ്ങളും സംരക്ഷണമില്ലാതെ നശിച്ചത് വേനലിനെ നേരിടാൻ കഴിയാത്തതിന് പ്രധാന കാരണമായി. കുളങ്ങൾ വറ്റിയതാണ് സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ വറ്റാനിടയാക്കിയത്. കുളിക്കാനും തുണിയലക്കാനുമെല്ലാം ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഉപജീവനത്തിനായി കന്നുകാലികളെ വളർത്തുന്നവരാണ് വലിയ കഷ്ടം അനുഭവിക്കുന്നത്. ചൂട് നിമിത്തം കന്നുകാലികൾക്ക് അസുഖം വരാതിരിക്കാനുള്ള കരുതലെടുക്കാൻ പലർക്കും കഴിയുന്നില്ല. കറവ പശുക്കൾ കുഴഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് പല ക്ഷീര കർഷകരും. കിണറുകളിൽ നിന്ന് തലച്ചുമടായി എത്തിക്കുന്ന വെള്ളം കൊണ്ട് ഇടയ്ക്കിടെ കന്നുകാലികളെ നനച്ചു നിർത്തിയാണ് പലരും ചൂടിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് കന്നുകാലികൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കേണ്ടി വരുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുഴൽക്കിണറുകൾ നിർമ്മിച്ചിരുന്നു. ചിലയിടങ്ങളിൽ കുഴൽക്കിണറുകളിൽ നിന്ന് വെള്ളമെടുത്ത് സംഭരണിയിലാക്കി പൈപ്പ് സ്ഥാപിച്ച് വീടുകളിൽ വിതരണം ചെയ്യുന്ന ചെറുകിട പദ്ധതികളും നടപ്പാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കുഴൽക്കിണറുകളിൽ 5% പോലും പ്രവർത്തിക്കുന്നില്ല. കാലാകാലങ്ങളിൽ സംരക്ഷണമില്ലാതെ പോയതാണ് കാരണം. പൈപ്പ് വെള്ളം ആവശ്യത്തിന് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ലോറികളിൽ വെള്ളമെത്തിക്കുന്നുണ്ടെങ്കിലും ഇത് തുടർച്ചയായി കിട്ടാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുമുണ്ട്. ജില്ലാതലത്തിൽ ശക്തമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.